ഓം ഹരിശ്രീ ഗണപതയേ നമ. അവിഘ്നമസ്തു. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്രീകൃഷ്ണ പരമാത്മനേ നമ. ഗുരുനാഥൻ തുണ ചെയ്ക സന്തതം, തിരുനാമങ്ങൾ നാവിന്മേലെപ്പോഴും പിരിയാതെ ഇരിക്കണം നമ്മുടെ നരജന്മം സഫലമാക്കിടുവാൻ. കൃഷ്ണ കൃഷ്ണ മുകുന്ദ ജനാർദ്ദന, കൃഷ്ണ ഗോവിന്ദ നാരായണ ഹരേ. അച്യുതാനന്ദ ഗോവിന്ദ മാധവ, സച്ചിദാനന്ദ നാരായണ ഹരേ. എല്ലാ ഭക്തമക്കൾക്കും എൻ്റെ വിനീതമായ പ്രണാമം. ഇവിടെ മക്കളെല്ലാം ഭഗവാനിൽ അർപ്പിക്കുന്നു. ബിന്ദു പ്രദീപ്, ശ്രീല, പ്രകാശ് വിഹാർ, വത്സല ഒരു കമൻസ്. ഞാൻ ഒരാഴ്ച കൊണ്ട് രാമായണം വായിച്ചുകൊണ്ടിരിക്കുകയാണ് മക്കളെ. കാരണം 1-ാം തീയതി തൊട്ട് ഇടണം. ഞാനിത് കഴിഞ്ഞ വർഷം ആദ്യമായിട്ടാണ് അന്ന് വായിച്ചത്. പിന്നെ ഞാൻ എടുത്തിട്ടില്ല. ഇപ്പം അതൊക്കെ നോക്കാം. ഇപ്പം ഒന്നും കൂടെ സ്പീഡിന് വായിക്കണം. പിന്നെ ഓരോ ദിവസം ഇത്ര ഭാഗങ്ങളൊന്നുണ്ട്. അപ്പോൾ അരമണിക്കൂറിന് പുറത്ത് പോകുന്നു. അപ്പോൾ അങ്ങനെ വായിക്കേണ്ടിയിട്ട് ഞാനൊന്ന് നോക്കി, ഒരാഴ്ച കൊണ്ട് നോക്കുന്നുണ്ട്. അത് മകള് അവിടെ കണ്ടു, എന്നെയും കണ്ടു എന്ന് പറയുന്നു. അതെന്താണെന്നറിയാമോ? ഭക്തി മാത്രമല്ല, ഹൃദയശുദ്ധി. ഭക്തി വർദ്ധിക്കുകയും ഹൃദയശുദ്ധി അത്രത്തോളം വേണം. അപ്പോൾ ഒരു ഗുരുവായാലും ഒരു അമ്മയായാലും ഭഗവാനുള്ള സ്നേഹം പോലെ ആണല്ലോ അമ്മയോടും, അതായത് ഗുരുവിനോടും അമ്മയോടൊക്കെ കാണിക്കുന്നത്. അപ്പോൾ ഈശ്വരനാണ് അതിലുള്ളത് എല്ലാത്തിലും. അപ്പോൾ രൂപം എന്നെയായിട്ട് കാണും, അത്രയേ ഉള്ളൂ. ഭഗവാൻ തന്നെയാണ്. നമുക്ക് ഭഗവാന് പ്രത്യേകിച്ചൊരു രൂപം ഇല്ലല്ലോ, അത് നമുക്ക് മനസ്സിലാക്കണം. ഭഗവാന് ഇപ്പം കൃഷ്ണ അവതാരം എടുത്ത് അങ്ങനെ എത്ര അവതാരങ്ങൾ, ഏതെല്ലാം രൂപത്തിലാണ്. യഥാർത്ഥത്തിൽ പരമാത്മാവിന് രൂപമുണ്ടോ? ഇല്ല. അപ്പോൾ ഈ കാണായത് മൊത്തവും ഭഗവാന്റെ രൂപമാണ്. അത് ഞാനായാലും വത്സലയായാലും ആരായാലും. അപ്പോൾ ഏറ്റവും കൂടുതൽ ആ ഹൃദയത്തിലോട്ട് എന്നെ തന്നെ ശ്രദ്ധിച്ച് അങ്ങനെ ആ നാമങ്ങൾ കേൾക്കുകയും ഭക്തി വർദ്ധിക്കുകയും ചെയ്യുമ്പോൾ എൻ്റെ രൂപത്തിൽ കാണുന്നു, അത്രയേ ഉള്ളൂ. കണ്ടത് പരമാത്മാവിനെ തന്നെയാണ്. പക്ഷേ ഏത് രൂപവും, 1 കോടി തിരുനാമമുള്ളതെല്ലാം ഭഗവാന്റെ നാമങ്ങളും, എല്ലാ രൂപവും ഭഗവാന്റെ രൂപമാണ്. അല്ലാതെ പ്രത്യേകിച്ചൊരു രൂപം ഭഗവാൻ പരമാത്മാവിനില്ല. അതുകൊണ്ട് അതെനിക്ക് വളരെ വളരെ സന്തോഷം. മക്കളത് കണ്ടു പറഞ്ഞതല്ല. അങ്ങനെ പ്രമിള മനസ്സിലാക്കുന്നതിൽ സന്തോഷം മക്കളെ. പ്രമിള പറയുന്നു ഇതെല്ലാം നന്നായി മനസ്സിലാകുന്നെന്ന്. ശുഭകുമാരി നമസ്കാരം. ഉഷ ഋഷികേശ്, ബിജു അതും ഞാൻ വായിച്ചു. കമൻസ് എല്ലാം വായിച്ചു. അതിലെല്ലാം സന്തോഷം. ഗീതാ നായർ നമസ്കാരം. ദേവി സന്തോഷം മക്കളെ. താര മനോജ്, കണ്ണനോട് നമ്മുടെ കാര്യങ്ങളെല്ലാം പറയണം ഗുരുവായൂർ പോയപ്പോൾ. ജയ അനിൽ നമസ്കാരം മക്കളെ. വിഷ്ണുപ്രിയ നമസ്കാരം. ജാനകി നമസ്കാരം മക്കളെ. അതാ മക്കളെ, എല്ലാവർക്കും അനുഗ്രഹം ഉണ്ടാകട്ടെ. ബിജു ഒരു ഹായും പറഞ്ഞുണ്ട് ജാനകി മകൾക്ക്. നിർമ്മല പവിത്രൻ കമൻസ് എല്ലാം ഞാൻ വായിച്ചു മക്കളെ. രാധ, ഭഗവാൻ കൂടെയുണ്ട് മക്കളെ. രുക്മിണി മോഹൻ നമസ്കാരം. സന്തോഷം മക്കളെ. ഓരോരുത്തരുടെയും അഭിപ്രായങ്ങൾ. സ്മിത നമസ്കാരം. അമ്മയ്ക്ക് സുഖം എന്ന് തന്നെ ചോദിച്ചല്ലോ. എനിക്ക് സുഖം തന്നെ. ഉണ്ണിയുടെ മുഖം കണ്ടതിൽ വളരെ വളരെ സന്തോഷം. എല്ലാവർക്കും ഇങ്ങനെയാണ്, ഭക്തി വർദ്ധിക്കുമ്പം അങ്ങനെയൊക്കെ മനസ്സിൽ ഇതെല്ലാം വരും. അതൊക്കെ ആദ്യത്തെ ചുവടുകളാണ് മക്കളെ. അങ്ങനെ എല്ലാവർക്കും വേണ്ടി ഞാനും പ്രാർത്ഥിക്കുന്നു, ഭഗവാനിൽ അർപ്പിക്കുന്നു. ഇതിൽ പേരില്ലാത്ത ഒരുപാട് മക്കളുണ്ട്. അവർക്കെല്ലാം ശാന്തിയും സമാധാനവും ഭക്തിയും വർദ്ധിക്കണം, ഭഗവാന്റെ കൃപയും വരണം. എല്ലാവർക്കും എല്ലാം ശാന്തിയും സമാധാനവും എല്ലാ നന്മകളും ഉണ്ടാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഓം ലോകാ സമസ്ത സുഖിനോ ഭവന്തു. ഒരു യഥാർത്ഥ അമ്മയ്ക്കാണ് ഏറ്റവും കൂടുതൽ മക്കളെ സ്നേഹിക്കാൻ പറ്റുന്നത്. അതുകൊണ്ടായിരിക്കും എനിക്ക് അമ്മ എന്നുള്ളത്. ഒരു ഗുരുവിൻ്റെ സ്ഥാനം ആയാലും എന്തുമായാലും മക്കൾ അങ്ങനെ ചിന്തിച്ച് അങ്ങനെ ആകുമ്പോഴാണ് കൃപ ഭഗവാൻ നിങ്ങൾക്ക് തരുന്നത്. അത് അജ്ഞാനമില്ലാത്ത ഹൃദയം ആകുമ്പോൾ അത് വരും, അത്രയേ ഉള്ളൂ. എപ്പോഴും ഹൃദയശുദ്ധി വേണം, അപ്പോൾ ഭഗവാനെ കാണാൻ പറ്റും. ഓം ലോകാസമസ്ത സുഖിനോഭവം. നമുക്ക് ഭാഗവത കീർത്തനം ചൊല്ലണം. ഭക്തി വർദ്ധിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? ഭഗവാനെ ആരാധിക്കണം, ഭക്തിപൂർവ്വം ആരാധിക്കണം. നാരായണ ജയ
നാരായണ ജയ നാരായണ ജയ വരദ ഹരേ കൃഷ്ണ നാരായണ തവ പാദസരോജം അകമേ വിലസുക നാരായണ ജയ കരളിൽ വിവേകം കൂടാതെ കണ്ടര നിമിഷം ബത കളയരുതാരും മരണം വരുമിനി എന്നു നിനച്ചിഹ മരുവുക സതതം നാരായണ ജയ കാണുന്നോ ചിലർ പലതുമുപായം കാണുന്നില്ല മരിക്കുമിതെന്നും കാൺകിലും ഒരു നൂറ്റാണ്ടിനകത്തിൽ എന്നീ കാണൂ നാരായണ ജയ നാരായണ ജയ നാരായണ ജയ നാരായണ ജയ വരദ ഹരേ കൃഷ്ണ നാരായണ തവ പാദസരോജം അകമേ വിലസുക നാരായണ ജയ കിമപി വിചാരിച്ചിടുകിൽ മാനുഷ ജന്മനി വേണം കൃവരേണ്ടുകിൽ കൃമിജന്മത്തിലും എളുതായി വരുമീ വിഷയസുഖം ബത നാരായണ ജയ കീഴിൽ ചെയ്ത ശുഭാശുഭ കർമ്മം മേലിൽ സുഖദുഃഖത്തിനു കാരണം സുഖമൊരു ദുഃഖം കൂടാതെ കണ്ടൊരുവനുമുണ്ടോ നാരായണ ജയ നാരായണ ജയ നാരായണ ജയ നാരായണ ജയ വരദ ഹരേ കൃഷ്ണ നാരായണ തവ പാദസരോജം അകമേ വിലസുക നാരായണ ജയ കുന്നുകൾ പോലെ ധനമുണ്ടാകിലും ഇന്ദ്രനു സമമായി വാണിടുകിലും ഒന്നുരിയാടുവതിന്നിടകിണ്ട വന്നാൽ യമഭടർ നാരായണ ജയ കൂപേ വീണുഴലുന്നതുപോലെ ഗേഹേ വാണുഴലുന്നു ജനാന ആപൽ ഗണമകലേണ്ടുകിൽ മുനിജന വാക്കുകൾ പറയാം നാരായണ ജയ നാരായണ ജയ നാരായണ ജയ നാരായണ ജയ വരദ ഹരേ കൃഷ്ണ നാരായണ തവ പാദസരോജം അകമേ വിലസുക നാരായണ ജയ കെട്ടുകളായതു കർമ്മം പുരുഷനു കെട്ടുകളന്ത്യേ മുക്തി വരൂ ദൃഢം കെട്ടുകളോ ഫലഭുക്രിയാതീരും കണ്ടായിനിയും നാരായണ ജയ കേൾക്കണം എളുതായുണ്ടോ രഹസ്യം ദുഷ്കൃതവും നിജ സുഹൃതവുമെല്ലാം കാൽക്കൽ നമസ്കൃതി ചെയ്തു മുകുന്ദനിൽ ആക്കുക സതതം നാരായണ ജയ നാരായണ ജയ നാരായണ ജയ നാരായണ ജയ വരദ ഹരേ കൃഷ്ണ നാരായണ തവ പാദസരോജം അകമേ വിലസുക നാരായണ ജയ കയ്യിൽ വരുന്നതു കൊണ്ടു ദിനങ്ങൾ കഴിക്കാ ഫലം പുനരിഞ്ചിക്കൊല്ല കൈവരുമാകിലും ഇന്ദ്രൻ്റെ പദമെന്തിനു തുച്ഛം നാരായണ ജയ കൊടിയ തപസ്സുകൾ ചെയ്തോരോ ഫലം ഇച്ഛിച്ചിടുകിൽ മുക്തി വരാ ദൃഢം അടിമലർ തൊഴുകിലോരിച്ചാഹീനം മുക്തന്മാരവർ നാരായണ ജയ കോപം കൊണ്ട് ശപിക്കരുതാരും ഭഗവൻ മയമെന്നോർക്ക സമസ്തം സുഖവും ദുഃഖവും
അനുഭവകാലം പോയാൽ സമമിഹ നാരായണ ജയ. കൗതുകമൊന്നിലുമില്ലിനി മഹതാം ഭഗവൽ ഭക്തന്മാരോടു കൂടി ഭഗവൽ ഗുണകഥന ശ്രവണങ്ങൾ ഒഴിഞ്ഞൊരു നേരം നാരായണ ജയ. കരുണാകരനാം ശ്രീനാരായണൻ അരുളിയിടും നിജ സായുജ്യത്തെ ഒരു ഫലമുണ്ടോ 10,000 ഒരു ചന്തു പിറന്നാൾ നാരായണ ജയ. ബഹുജന്മാർജിത കർമ്മമശേഷം തിരുമുൽക്കാഴ്ച നിനക്കിയാവച്ചേൻ. ജനിമരണങ്ങൾ എനിക്കിനി വേണ്ട പരിപാലയമാം നാരായണ ജയ. നാരായണ ജയ നാരായണ ജയ നാരായണ ജയ വരദ ഹരേ കൃഷ്ണ. നാരായണ തവ പാദസരോജം അകമേ വിലസുഖ നാരായണ ജയ. നമ്മൾ അംബരീഷ ചരിതമാണ് വായിക്കാൻ പോകുന്നത്. അംബരീഷൻ എന്ന് വെച്ചാൽ വൈവസ്വത മനു, അതായത് സത്യവ്രതനായ വൈവസ്വത മനുവിൻ്റെ നദീതീരത്ത് പോയി ഭഗവാനെ ഉപാസിച്ചപ്പോൾ 10 ശോഭയേറിയ മക്കളുണ്ടായി. അതിൻ്റെ ഓരോരോ ഇടയ്ക്കിടയ്ക്കുള്ള മക്കളുടെ കാര്യങ്ങളാണ് നമ്മൾ വായിച്ചുകൊണ്ടിരിക്കുന്നത്. അത് കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ശര്യാദിയുടെ ഒരു മകൾ വനത്തിലൊക്കെ പോയ വഴിക്ക് ആശ്രമത്തിൽ ശവന മഹർഷിയുടെ എന്താ പേര് പുറ്റൊക്കെ കുത്തി മുള്ളുമുന കൊണ്ട് കുത്തി അദ്ദേഹത്തിന് ഭാര്യയായി മാറി. അത് ഒരു മകൻ്റെ മകളാണ് ശര്യാദി. ഇപ്പോൾ നമ്മൾ നാഭാഗൻ എന്ന് പറഞ്ഞ മകനാണ്. ഈ 10 മക്കൾ ഓരോ മക്കളുടെ ഗുണഗണങ്ങളാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ നാഭാഗൻ്റെ മകനാണ് അംബരീഷൻ. അംബരീഷൻ പരമഭക്തനാണ്. ഭഗവാൻ അത്രത്തോളം പ്രിയമായി ഭഗവാൻ പ്രത്യക്ഷമായി ഭഗവാന്റെ ചക്രം വരെ കൊടുത്ത് അത്രമാത്രം ഹൃദയശുദ്ധിയുള്ള ഒരു ഭക്തനാണ് അംബരീഷൻ. ഹൃദയശുദ്ധിയുള്ളവർ ഭഗവാനെ കാണും, ദൈവത്തെ കാണും. അതുകൊണ്ടാണ് ഇതിൽ പല മക്കളും പലതും ഇങ്ങനെ ചെറുതായ ആരംഭങ്ങളാണ്. അതെല്ലാം ഭഗവാന്റെ ചില അങ്ങനെയൊക്കെ ഭഗവാനെ കാണുന്നതിന് പകരം ഉണ്ണിയൊക്കെ നമ്മൾ മനസ്സിൽ കണ്ടു, ഇതിങ്ങനെയൊക്കെ നമുക്ക് വരും. അതൊക്കെ ആദ്യത്തെ പടിയാണ് മക്കളെ. പിന്നെ പോകെ നാം തന്നെയാണെന്നൊക്കെ മനസ്സിലായി പിന്നെ ഇതൊന്നും കാണണ്ട. ഇതൊക്കെ ആദ്യത്തെ പടി. അതൊക്കെ ഞാൻ അന്നൊക്കെ കാണുമ്പോൾ ഞാൻ ചിന്തിക്കുന്നത്, പക്ഷെ പിന്നെ നമുക്കറിയാം നാം തന്നെയാണ് സർവ്വതും, അത് ഞാനാകുന്നു തത്വമസി. പിന്നെ നമുക്ക് ഈ രൂപങ്ങളൊന്നും പിന്നെ കാണേണ്ടി വരത്തില്ല, കാണത്തുമില്ല, കാണാനൊട്ട് ആഗ്രഹവും ഉണ്ടാവത്തില്ല. കാരണം നാം തന്നെയാണെന്ന് മനസ്സിലാക്കാൻ പിന്നെ അവിടെ പ്രത്യേകത ഒന്നുമില്ല. പരമാത്മാവിന് ഒരു രൂപവും ഇല്ലല്ലോ. അപ്പോൾ പിന്നെ കാണാതെല്ലാം ഈ കാണുന്ന മൊത്തവും ഭഗവാന്റെ രൂപങ്ങളാണ്. അപ്പോൾ പിന്നെ നമുക്ക് ഏത് രൂപത്തെ കാണാൻ പറ്റും? എല്ലാം ഭഗവാന്റെ രൂപമല്ലേ. അപ്പോൾ അത് ഞാനും എല്ലാ മക്കളും എല്ലാം അത് തന്നെയാണ്. പിന്നെ അവിടെ പ്രത്യേകിച്ചൊന്നുമില്ല. എല്ലാം പരമാത്മാവായിട്ട് കണ്ട് ആസ്വദിച്ച് രുചിച്ചറിയുന്ന ഒരു അമൃത് കഴിച്ചുകൊണ്ടിരിക്കുന്നു. അതാണ് പിന്നെ വരുന്ന അവസാനം. കാരണം അതിന് മുമ്പേ ആദ്യത്തെ പടിയാണ് അമ്മയെ കണ്ടു, അമ്മ വായിക്കുന്ന കണ്ടു. ഇതൊക്കെ ആദ്യത്തെ ചുവടുകളാണ്. അതൊക്കെ ഞാനും പണ്ടിങ്ങനെയൊക്കെ ആയിരുന്നു. അത് പോകെ ഭഗവാനെ പ്രത്യക്ഷമായി. അതിനുശേഷം പിന്നെ അതിൻ്റെ ആഗ്രഹം നമുക്ക് ഉണ്ടാവത്തില്ല. ഭഗവാനെ കാണാനുള്ള ആഗ്രഹമുണ്ട്. കാരണം നാം തന്നെയാണെന്ന് മനസ്സിലാക്കി കഴിയും. കാണാതെ മൊത്തവും പരമാത്മാവെന്ന് കണ്ടു കഴിഞ്ഞാൽ പിന്നെ അറിഞ്ഞ് രുചിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഒന്ന് വേറൊന്നായിട്ടില്ല. പിന്നെ എല്ലാം അത് തന്നെയാണ്. അതുപോലെ അംബരീഷൻ അങ്ങനൊരു ഭക്തനാണ്. അത് നമുക്ക് വായിക്കുന്നത്. പിന്നെ നാഭാഗനൊന്നന്തനായുടൻ ഉന്നതനായഴും അംബർഷനാം നൃപൻ സപ്തദീപാധിപനായി പ്രജകൾക്ക് കൽപ്പകശാഹീവ രക്ഷിച്ചിരുന്നവൻ. അപ്പോൾ 7 ദീപാധിപനായിട്ട് പ്രജകൾക്കെല്ലാം എല്ലായിടവും എല്ലാവരെയും രക്ഷിച്ച് സന്തോഷകരമായൊരു ജീവിതം ജനങ്ങൾക്കെല്ലാം കൊടുത്ത് ഉന്നതനായിരുന്ന ഒരു അംബരീഷനായിരുന്നു, ഭക്തനായിരുന്നു. ഒരു ദോഷമില്ലാത്ത ഹൃദയശുദ്ധിയുള്ളൊരു ഭക്തനായിരുന്നു. നിത്യൻ ജഗൽപതി നാരായണൻ പദഭക്തി മുഴുത്തു രമിച്ചവൻ തന്നെ ശുദ്ധഹൃദയഗതി കണ്ടു മാധവൻ പ്രത്യക്ഷനായി പ്രസാദിച്ചു നിരന്തരം ചക്രം വിധേയമാക്കി കൊടുത്തിടിനാൻ. അങ്ങനെ നിത്യനായിരിക്കുന്ന ആരാ? ഭഗവാൻ ജഗൽപതി പരമാത്മാവായ നാരായണൻ മാത്രമേ നിത്യമായുള്ളൂ. ആ ഭഗവാന്റെ പല
പിന്നെ ഭഗവാൻ തന്നെ പല രൂപത്തിൽ നമുക്ക് ബ്രഹ്മാവിഷ്ണു മഹേശ്വരനായിട്ടൊക്കെ ഉണ്ട്. അത് നമുക്ക് ഈ ഒരേ ഒരു അദ്വൈതം തന്നെയാണ്. അതുകൊണ്ട് പരമാത്മാവായ നാരായണൻ മാത്രമേ ഉള്ളൂ നമ്മൾ പറയുന്നത് എന്താ? ഈശ്വരൻ ഒരുവനേ ഉള്ളൂ. അതിൻ്റെ ഓരോ അവസ്ഥകളാണ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഇങ്ങനെ മൂന്ന് ത്രിഗുണങ്ങൾ എടുത്തേക്കുന്നത് അത്രയേ ഉള്ളൂ. ഒരേ ഒരു പരമാത്മാവ് ത്രിഗുണങ്ങൾ എടുത്ത് മാറി മാറി ഓരോ അവസ്ഥയ്ക്ക് നമുക്ക് ജനങ്ങൾക്ക് വേണ്ടി, നമ്മൾ ലോകത്തിന് വേണ്ടി അങ്ങനെ നിൽക്കുവാണ്. അപ്പോൾ നിത്യനായിരിക്കുന്ന ഭഗവാൻ ജഗൽപതി നാരായണൻ പദഭക്തി മുഴുത്തു രമിച്ചവൻ തന്നെ ശുദ്ധ ഹൃദയ ഗതി കണ്ടു മാധവൻ. ഭഗവാൻ നാരായണൻ ഈ അംബരീഷൻ്റെ ശുദ്ധമായ ആ മനസ്സ്, ആ ഹൃദയത്തിൻ്റെ ആ ശുദ്ധത കണ്ടിട്ട് ആ ഭക്തിയിൽ മുഴുത്ത് രമിച്ചു, ഭഗവാനുമായിട്ട് യോജിച്ച്. അതായത് ഒരു യോഗി എങ്ങനെയാ ഭഗവാനിൽ രമിക്കുക എന്ന് പറഞ്ഞാൽ ഒന്നാവുക, പരമാത്മാവും ആ അംബരീഷനും ഒന്നായി മാറുക. അങ്ങനെ രമിച്ചു. അവൻ തന്നെ ശുദ്ധ ഹൃദയഗതി കണ്ടപ്പോൾ ഭഗവാൻ എന്ത് ചെയ്തു? മാധവൻ പ്രത്യക്ഷനായി പ്രസാദിച്ചു. എന്നിട്ട് നിരന്തരം ചക്രം വിധേയമാക്കി കൊടുത്തിടാൻ ഭഗവാന്റെ സുദർശന ചക്രം വിധേയമാക്കി ഇദ്ദേഹത്തിന്. കാരണം ഭഗവാനും അംബരീഷനും ഒന്നായ പിന്നെ അവിടെ പ്രത്യേകത ഉണ്ടോ? ഭഗവാന്റെ സുദർശന ചക്രം അംബരീഷനും വേണം, അംബരീഷൻ്റെ ഭഗവാനും വേണം, അവർ ഒന്നാണ്. അതാണ് ഇവിടെ. അങ്ങനെ ആകണം നമ്മളെല്ലാവരും. അങ്ങനെ പ്രത്യക്ഷനായി പ്രസാദിച്ചു, നിരന്തരം ചക്രം വിധേയമാക്കി കൊടുത്തിടാൻ ഭക്തിയും മേന്മേൽ വളർന്നതോ ഭൂപനും. അപ്പോൾ രാജാവായ അംബരീഷന് ഭക്തിയോ മേന്മേൽ വളർന്നു വന്നു. ഭക്തപ്രിയ അനുഗ്രഹത്താൽ അതിശയം ഉജ്ജ്വലിച്ചിടാൻ പൃഥ്വീശനും. അങ്ങനെ ഭക്തി മുഴുത്തു വന്നപ്പോൾ എന്ത് വന്നു? ഉജ്ജ്വലിച്ച്, പ്രകാശം കൊണ്ടങ്ങ് ഉജ്ജ്വലിച്ചു ആ പൃഥ്വീശൻ, ആ രാജാവായ അംബരീഷൻ. ഏകാദശി വ്രതം ദീക്ഷിച്ചു ഭക്തനായി ആരുടെ സിദ്ധ്യർത്ഥ സാധ്യനായുള്ളവൻ. ലോകങ്ങളെല്ലാം അടക്കി വാഴുന്ന നാൾ ആകുലനായി ചമഞ്ഞു പാകവൈരിയും. അങ്ങനെ ഏകാദശി വ്രതം ദീക്ഷിച്ച് ഭക്തനായി ആരുടെ സിദ്ധ്യർത്ഥ സാധ്യനായുള്ളവൻ, സിദ്ധികളെല്ലാം കിട്ടി വന്നു. അത് ഭക്തന്മാർക്ക് അങ്ങനെയാ. ഭഗവാന്റെ കൃപാകടാക്ഷം കൂടിക്കൂടി വരുമ്പോൾ നമുക്ക് തന്നെ പലതും നമുക്ക് തന്നെ അറിയാൻ കഴിയും, സിദ്ധീസ് ഒക്കെ ഉണ്ടാവും. ഈ ഭക്തനായ ഇദ്ദേഹത്തിനും അങ്ങനെ വന്നിട്ട് ലോകങ്ങളെല്ലാം ത്രിലോകം മൊത്തവും അടക്കി വാഴുന്ന നാള് ഈ ആർക്ക് വിഷമം വന്നു? ആകുലനായത് ഇന്ദ്രന്. ആകുലനായി ചമഞ്ഞു പാകവൈരിയും, ഇന്ദ്രന് വിഷമമായി. ഇന്ദ്രപദം മമതാൻ അടക്കിയിടുവാൻ ഇന്നവൻ ശക്തനെന്നോർ അമരേന്ദ്രനും. ഇത്രയും ശക്തി പ്രാപിച്ച ഈ അംബരീഷന് ഇനിയിപ്പോൾ ഇവൻ്റെ ഇന്ദ്രപദം കൂടെ അദ്ദേഹം അടക്കിയെടുക്കും. അങ്ങനെ അദ്ദേഹത്തിന് അങ്ങ് തോന്നലായി ഇന്ദ്രന്. അങ്ങനെ അദ്ദേഹം ആകുലമായി, വിഷമമായി. ഖിന്നനായി അംബർഷ ഭൂപതി തൻ വ്രതത്തിന് ഭംഗം വരുത്തിടുവാൻ എന്തൊന്നും നല്ലതെന്നുള്ളതോർത്ത് തന്നുള്ളിലുള്ള അല്ലൽ ദുർവാസാവിനോട് ചൊല്ലിനാൻ. തന്നുള്ളിൽ അല്ലലുണ്ടായി. ഇതെന്താണ് ഇതിനൊരു നല്ല മാർഗം? ഇദ്ദേഹത്തിൻ്റെ വ്രതഭംഗം ഉണ്ടാകും. ഈ ഏകാദശി വ്രതത്തിന് ഭംഗം വരുത്താൻ, വിഘ്നപ്പെടുത്തുമ്പോൾ ആ വ്രതം മുന്നോട്ട് പോകത്തില്ലല്ലോ, അവിടെ മുറിഞ്ഞു പോകുമല്ലേ, നേരായി കൊണ്ടുപോകാൻ പറ്റത്തില്ല. അതിനെന്താ ഒരു മാർഗം എന്നും പറഞ്ഞിട്ട് ഈ എന്തോ പേര് ഇന്ദ്രൻ അതിന് വേണ്ടുന്ന എന്താന്ന് ആലോചിക്കുവാണ്. ഖിന്നനായി അംബർഷ ഭൂപതി തൻ വ്രതത്തിന്. ആരാ ഖിന്നനായത്? അമരേന്ദ്രൻ. ഇന്ന് അവൻ, അതായത് ഈ അംബരീഷൻ ശക്തനെന്നോർത്ത് ഇന്ദ്രൻ അങ്ങനെ ഖിന്നനായി ഇന്ദ്രൻ. എന്നിട്ട് അംബർഷ ഭൂപതി തൻ വ്രതം ഭംഗം വറ്റിടുവാൻ എന്തൊന്നാണ് ചെയ്യേണ്ടുന്നത് എന്നുള്ളത് ഓർത്ത് തന്നുള്ളിലുള്ള അല്ലൽ ദുർവാസാവിനോട് ചൊല്ലിയിടിനാൻ. അയാളുടെ വിഷമം ദുർവാസാവ് മഹർഷിയോട് പറഞ്ഞു. ആരോടാ പറയുന്നതല്ലാതെ നിത്യം മമൈന്ദ്രപദം അടക്കിടുവാൻ അത്ര നരവരൻ അംബർഷനാം അവൻ വൃത്തിയാ തുടങ്ങുന്നതെന്നാൽ ഇതിനൊരു വിഘ്നം വരുത്തുവാൻ ഇന്ന് എനിക്കാരാ ഒരു മിത്രം ഭവാനൊഴിഞ്ഞെന്ന് ഇരന്നിടിനാൻ. ഭവാൻ ഇവിടെ ആരാണ്? ദുർവാസാവ് മഹർഷി. എനിക്ക് മിത്രമായിട്ട് ഈ ദുർവാസാവല്ലാതെ എനിക്ക് ആരാ ഉള്ളത്? ഈ അംബരീഷൻ്റെ വ്രതം മുടക്കിയിട്ട് അല്ലെങ്കിൽ എൻ്റെ ഇന്ദ്രപദം അദ്ദേഹം കൈക്കലാക്കും. ലോകമെല്ലാം അദ്ദേഹത്തിൻ്റെ കയ്യിലിരിക്കുന്നു. അതുകൊണ്ട് എനിക്കിത് വലിയ വിഷമമാണ്. എനിക്ക് ആരാ ഒരു മിത്രമെന്ന് താങ്കളല്ലാതെ, ഈ ദുർവാസാവല്ലാതെ ആരാ ഉള്ളത്? അതുകൊണ്ട് എനിക്ക് അതിനെ വിഘ്നപ്പെടുത്തി തരണം. ഭവാൻ അല്ലാതെ ആരുമില്ലെന്ന് ഭവാൻ ഒഴിഞ്ഞെന്ന് ഇരന്നീടിനേൻ യാചിച്ചു ദുർവാസാവിനോട്. അതാ ഇരന്നീടിനേൻ. എത്രയും ചിത്തകാരണം ഉണ്ടാകണം തൽപ്രഭാവത്താൽ ഇതെന്ന് നമസ്കരിച്ച് അപ്പുരുഹൂതൻസ്യ വാക്കുകൾ കേട്ടുടൻ ഭക്തപ്രിയ പ്രസാദ അതിശയത്വം അങ്ങ് ഉൾക്കാമ്പിൽ ഓർത്തറിയാതെ മുനീന്ദ്രനും വിദ്രുതൻ ചൊന്നാൻ അവനും. സുരേശ്വര അയാൾ പറയുന്നു. അപ്പോൾ എന്താ ഈ ചിത്തകാരണം ഉണ്ടാകണം? ഇയാളുടെ പേരങ്ങ് മറന്നു.
ദുർവാസാവിനോട് പറയുന്നു, താങ്കൾ എനിക്ക് നിങ്ങളുടെ മനസ്സിന് കാരുണ്യം എന്നോട് വരണം. ഈ പ്രഭാവത്താൽ അതെന്ന് നമസ്കരിച്ച്, പുരുഹൂതൻ വെച്ചാൽ ഇന്ദ്രൻ, പുരുഹൂതസ്യ വാക്കുകൾ കേട്ടുടൻ, അദ്ദേഹത്തിൻ്റെ വാക്കൊക്കെ കേട്ട ആരാണ്? ദുർവാസാവ് മഹർഷി. അങ്ങനെ ഭക്തപ്രിയ പ്രസാദ അതിശയത്വം ഉൾക്കാമ്പിൽ ഓർത്തറിയാതെ മുനീന്ദ്രൻ എന്ത് പറയുന്നു? വീദ്രം. കാരണം ആരുടെ പ്രസാദമാണ് അറിയാത്തത്? അംബരീഷൻ്റെ ഭക്തപ്രിയനാണ്. ഭക്തപ്രിയ പ്രസാദ അതിശയത്വം ഈ ദുർവാസാവ് അറിഞ്ഞിട്ടില്ല. ഭഗവാന്റെ ചക്രം വരെ കിട്ടിയ ആള് ഇയാൾ ദുർവാസാവ് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? അതൊന്നും മനസ്സിൽ തിരിച്ചറിയാതെ അദ്ദേഹം ഈ ഇന്ദ്രൻ്റെ വാക്യം കേട്ട് പോകുക. അപ്പോൾ ഭഗവാന്റെ ഭക്തപ്രിയനാണ്, ഭഗവാന്റെ പ്രിയനാണ്. അദ്ദേഹത്തിൻ്റെ പ്രസാദം, അതായത് ഭഗവാന്റെ പ്രസാദമെല്ലാം കിട്ടിയ ആള്, അയാളുടെ അതിശയങ്ങളും അദ്ദേഹം സിദ്ധികളൊന്നും മനസ്സിലാക്കാതെ ഉൾക്കാമ്പിൽ, അതായത് ദുർവാസാവിനെ ഉൾക്കാമ്പിൽ ഓർത്തറിയാതെ മുനീന്ദ്രൻ ദുർവാസാവ് വിദ്രുതം പെട്ടെന്ന് ചൊന്നാൻ അവനും, സുരേശ്വര, അതായത് പറയുന്നു, ഇന്ദ്ര, വ്രതഭംഗം വരുത്തുവാൻ ആശ ഞാൻ നിശ്ചം ഏതും വിഷാദിയായ എന്നുടൻ ആശ്വസിപ്പിച്ച് അമരേന്ദ്രനെ സാദരം. മഹാഭക്തനായ ഈ അംബരീഷൻ്റെ ഗുണഗണങ്ങൾ മനസ്സിലാക്കാതെ ഇന്ദ്രനോട് പെട്ടെന്ന് പറയുക, സമാധാനപ്പെടും, വിഷമിക്കേണ്ട, ഞാൻ അത് നിശ്ചയമായിട്ട് അത് മാറ്റിത്തരാം, വ്രതഭംഗം വരുത്തി തരാം, നീ സമാധാനിക്കൂ, വിഷാദിയായിരിക്കൂ, വിഷമിക്കാതിരിക്കൂ എന്ന് ആശ്വസിപ്പിച്ച് അമരേന്ദ്രനെ സാദരം നന്നായി അനുസരിപ്പിച്ചവൻ ഈശ്വരൻ. അതായത് ദുർവാസാവ് എല്ലാം പറഞ്ഞു വെച്ചു. പക്ഷേ ഈ അംബരീഷൻ്റെ ഗുണങ്ങളോ ഭഗവാന്റെ പ്രസാദം കിട്ടിയ ഒന്നും തന്നെ ഗുണങ്ങളൊന്നും അറിയാത്ത ദുർവാസാവ് ചെന്ന് എന്തായി വരും നമുക്ക് വായിക്കും മനസ്സിലാവും പുറകെ. അങ്ങനെ മുന്നം മഹേശ്വരൻ പ്രസാദത്തിനാൽ അങ്ങനെ അയാൾ എഴുന്നള്ളി, നന്നായി അനുസരിപ്പിച്ചവൻ ഈശ്വരൻ തങ്ങളുടെ മുമ്പിലാമാർ എഴുന്നള്ളി. ഞാൻ ആരുടെ മുമ്പിലാ? ദുർവാസാവ് ഈ അംബരീഷൻ്റെ മുമ്പിലേക്ക് എഴുന്നള്ളി പോവുക. എഴുന്നള്ളുക എന്ന് വെച്ചാൽ എന്താണ്? അവരുടെ പിന്നെ അംബരീഷൻ്റെ അടുത്ത് വ്രതം മുടക്കാനായിട്ട് പോകുന്നു. നീ സമാധാനപ്പെടൂ ഇന്ദിര, ഞാനത് ശരിയാക്കി തരാം, വ്രതമൊക്കെ മുടക്കിത്തരാം, നീ സമാധാനപ്പെടൂ, വിഷമിക്കാതിരിക്കൂ എന്നും പറഞ്ഞിട്ട് അദ്ദേഹം എഴുന്നള്ളി. മുന്നം മഹേശ്വരൻ പ്രസാദത്തിനാൽ ഉന്നതന മുനിക്കൊണ്ട് അനുഗ്രഹം. ഈ മുനിക്കൊരു അനുഗ്രഹം കൊണ്ട് എവിടുന്ന് കിട്ടി? അത് മഹേശ്വരൻ പരമശിവന്റെ പ്രസാദത്തിനാൽ ഉന്നതന മുനിക്കൊണ്ടൊരു അനുഗ്രഹം. മുന്നം, അതായത് മുമ്പ് ഒരിക്കൽ ഇദ്ദേഹത്തിന് പരമശിവന്റെ കയ്യിൽ നിന്നൊരു പ്രസാദത്തിൽ ഉന്നതന മുനിക്കൊണ്ടൊരു അനുഗ്രഹം. എന്താ അനുഗ്രഹം? വല്ലവരോടും പിണങ്ങി നിന്നാൽ അവർക്കുള്ള തപോബലം പാതി ഇങ്ങായി വരും. ആരോടെങ്കിലും ഒന്ന് പിണങ്ങിയാൽ, അതായത് ഇപ്പം എന്നോട് തന്നെ ഒന്ന് പിണങ്ങുന്നിരിക്കട്ടെ, എനിക്ക് എന്തെങ്കിലും ഒരു ഭഗവാനുള്ള ഭക്തിയോ ഉണ്ടോ, തപസ്സുണ്ടോ, പിന്നെ ഇപ്പം അംബരീഷന് തപസ്സുണ്ട്, ബലമുണ്ട്, ശക്തിയുണ്ട്, അതുപോലെ എനിക്കൊന്ന് കൂട്ടിക്കോ. അപ്പം എന്നോട് ഇയാൾ പിണങ്ങാൻ വന്നാൽ എൻ്റെ പകുതി ബലം ഈ ദുർവാസാവിന് അങ്ങ് കിട്ടും. പിന്നെ എനിക്ക് പകുതിയുള്ളൂ. കാരണം 100ന് 100 50 അങ്ങ് ദുർവാസാവിന് പോകും. പിന്നെ എനിക്ക് 100ൽ 50 ഉള്ളൂ. അതാണ് ആ ഒരു വരമാണ് പരമേശ്വരൻ ഇദ്ദേഹത്തിന് കൊടുത്തേക്കുന്നത്. ആരോടെങ്കിലും വല്ലവരോടും പിണങ്ങി നിന്നാൽ അവർക്കുള്ള തപോബലം പാതി ഇങ്ങായി വരും. ആർക്ക് വരും? ഈ ദുർവാസാവിന് കിട്ടും. അങ്ങനൊരു വരം ദുർവാസാവിന് ഭഗവാൻ പരമേശ്വരൻ കൊടുത്തിട്ടുണ്ട്. കില്ലിൽ അതിനെന്ന് ഓർത്തോർത്ത് മേദിനീ വല്ലഭൻ മുമ്പിലാമാറ് ചെല്ലും വിധം. ഇതിങ്ങനെ ഓർത്തോർത്ത് പോവുക, തുള്ളി തുള്ളി പോവുക. അതായത് എന്തായാലും കുഴപ്പമൊന്നുമില്ല, പകുതി ബലം അദ്ദേഹത്തിന് അങ്ങ് പോകുമല്ലോ, അപ്പോൾ ഇയാൾക്ക് കൂടുമല്ലോ. അതുകൊണ്ട് ചെന്ന് വ്രതത്തിന് ഭംഗമൊക്കെ വരുത്താം. അത് നെകളിച്ച് പോകുക. എനിക്ക് ഇങ്ങനെ വരം ഉണ്ടല്ലോ, പരമേശ്വരൻ ഈ ഒരു വരം തന്നിട്ടുണ്ടല്ലോ, അതുകൊണ്ട് ഞാൻ ചെന്ന് എതിർക്കുമ്പോൾ പിന്നെ അംബരീഷൻ്റെ പകുതി ബലം, ശക്തി ഈ ദുർവാസാവിന് കിട്ടും. അത് അങ്ങനെ ആലോചിച്ച് ഓർത്തോർത്ത് ഗമിച്ച് അങ്ങോട്ട് പോകുന്നുണ്ട്. അങ്ങനെ കില്ലിൽ അതിനെന്ന് ഓർത്തോർത്ത് മേദിനി വല്ലഭൻ മുമ്പിലാമാർ. മേദിനി വല്ലഭൻ വെച്ചാരാണ്? രാജാവ്. അംബരീഷനെയാണ് അങ്ങനെ പറയുന്നത്. മേദിനി ഭൂമി വല്ലഭൻ, ആ രാജാവ്. മുമ്പിലാമാർ ചെല്ലും വിധം. അങ്ങനെ ഇദ്ദേഹം അവിടേക്ക് ചെന്നു. ദ്വാദശി പാരണ ചെയ്യുവാൻ ഭഗവാങ്കൽ പൂജാവിധി വഴിയെ നരേന്ദ്രോത്തമൻ താനൊരുമിച്ച് അളവങ്ങ് എഴുന്നള്ളിയ അദ്ദേഹം ഈ പാരണ വിടുന്ന സമയമാകുമ്പോൾ അതിന് ഭഗവാന് വിടുന്ന പൂജകളൊക്കെ ചെയ്ത് നിഷ്ഠകളെല്ലാം ചെയ്തുകൊണ്ട് ഇങ്ങനെ ഇരിക്കുകയാണ് പാരണ വിട്ടാനായിട്ട്. അപ്പോഴത്തേക്കാണ് ഇദ്ദേഹം അവിടെ ചെന്ന് മീനധ്വജാന്തകാംശോത്ഭൂതനെ ദ്രുതം കണ്ടെതിരേറ്റ് വന്നിച്ചുടനെ കൂട്ടിക്കൊണ്ടിങ്ങി പോന്നിരുത്തി ക്ഷണിച്ചിടിനാൻ. അങ്ങനെ ഈ ധ്വജാന്ത അന്തകാംശോത്ഭൂതം എന്ന് വെച്ചാൽ
പിന്നെ ശിവാംശമായി ജനിച്ച ആണ് ദുർവാസാവ്. ശിവൻ്റെ അംശമായി ജനിച്ചതുകൊണ്ട് മീനധ്വജാന്തകാംശോത്ഭൂതൻ എന്ന് പറയും. അത് ദുരിതം പെട്ടെന്ന് ഇദ്ദേഹത്തിന്, അതായത് ഈ ദുർവാസാവിനെ പെട്ടെന്ന് കണ്ട് അംബരീഷൻ കണ്ട് എതിരേറ്റ് വന്ദിച്ചുടനെ കൂട്ടിക്കൊണ്ടിങ്ങി പോന്നിരുത്തി ക്ഷണിച്ചിടിനാൻ. അങ്ങനെ വിളിക്കാതെ ചെന്നതല്ലേ, അപ്പോൾ ചെന്നതുകൊണ്ട് അദ്ദേഹം ചെന്ന് എതിരേറ്റ് ക്ഷണിച്ച് നമുക്ക് ഇങ്ങനെ പാരണ വീടുന്നുണ്ട് ഇദ്ദേഹത്തിനെ നന്നായി ആദരിച്ചിരുത്തി ക്ഷണിച്ചിരുത്തി. നീരാടി വേണ്ട നിയമങ്ങളും മുടിച്ച് ആരുടെ മോതാൽ എഴുന്നള്ളുക ഭവാൻ. അതായത് പെട്ടെന്ന് പോയി കുളിച്ചിട്ടൊക്കെ നദിയിൽ പോയി കുളിച്ച് അവിടെ ചില കർമ്മങ്ങളൊക്കെ ഉണ്ട് ഈ മഹർഷിമാർക്ക്, അതൊക്കെ ചെയ്തിട്ട് പെട്ടെന്ന് വരണം, പാരണ വിടുന്ന സമയം മുടക്കാതെ പെട്ടെന്ന് വരണം എന്നെല്ലാം പറഞ്ഞ് വിട്ട്. പെട്ടെന്ന് സമയം പോകുന്നുണ്ടെങ്കിൽ പെട്ടെന്ന് വായിക്കുന്നത് ആരുടെ മുതൽ എഴുന്നള്ളുക ഭവാൻ. അതുകൊണ്ട് എനിക്ക് നാക്കം തിരിയുന്നില്ല. നിങ്ങൾക്ക് വല്ല മനസ്സിലാവുന്നെന്ന് ദൈവത്തിനെ അറിയൂ, അല്ലെങ്കിൽ പതുക്കെ വായിക്കണം. നീരാടി വേണ്ട നിയമങ്ങൾ മുടിച്ച് ആരൂഢ മോതാൽ എഴുന്നള്ളുക ഭവാൻ. പൂജയും കഴിച്ച് അർപ്പിച്ച അമൃതവും തൃപ്തി വരുമാർ അശിച്ചു വേണം മമ ഭുക്തി ദ്വാദശി പോയി കഴിയും മുമ്പേ നിത്യാദി ഭൂപതീന്ദ്രോക്തികൾ കേട്ടുടൻ. അങ്ങനെ ഈ പൂജയെല്ലാം കഴിച്ച് അർപ്പിച്ച അമൃതവും തൃപ്തി വരുമാറ് ആക്ക് അശിക്കാൻ കൊടുക്കണം? കുളിച്ചിട്ട് വരുന്ന അതിഥിക്ക് കൊടുക്കണം. ഈ ദുർവാസാവിനെ ക്ഷണിച്ചിരുത്തിയേക്കുക. പോയി വെക്കം കുളിച്ചിട്ട് വന്നിട്ട് അദ്ദേഹത്തിനെ തൃപ്തി വരുമാറ് കൊടുത്തിട്ടേ എനിക്ക് അംബരീഷന് ഭുക്തി കഴിക്കാൻ പറ്റുകയുള്ളതുകൊണ്ട് പിന്നെ ഈ മുനി ദുർവാസാവ് പെട്ടെന്ന് കുളിച്ചിട്ട് വരണം എന്ന് പറഞ്ഞ് വിട്ടു, കുളിക്കാൻ വിട്ടു. അങ്ങനെ ദ്വാദശി പോയി കഴിയും മുമ്പേ നിത്യാദി ഭൂപതിയും ദ്രൗപദിയിൽ കേട്ടു. അതിനു മുമ്പേ പെട്ടെന്ന് വരണമെന്ന് ഈ അംബരീഷൻ പറഞ്ഞതെല്ലാം കേട്ടിട്ട് പോയി. ബദ്ധമോതാൽ അനുവാദവും ചെയ്ത് താൻ മിത്രാത്മജയിൽ നീരാടുവാനായി ഗത്വാപി ദ്വാദശ കഴിവോളവും. അങ്ങനെ ഈ ദ്വാദശിയുടെ യഥാർത്ഥ സമയം കഴിയുന്നതുവരെയും, യഥാർത്ഥ വെച്ചാൽ പാരണ വിടുന്ന പ്രത്യേക സമയമുണ്ട് ദ്വാദശിയുടെ, ഇത്ര നാഴികയ്ക്ക് ഉണ്ട്. ആ സമയം കഴിയുന്നതുവരെ അങ്ങാര് മിത്രാത്മജയിൽ മിത്രാത്മജ നദിയിൽ നീരാടി സമയം പോക്കി. ഗത്വാപി അവിടേക്ക് പോയി ദ്വാദശി കഴിവോളവും നിത്യകർമ്മങ്ങളും ചെയ്തിരുന്നിടിനാൻ. ആ നദീ തീരത്ത് കുളിച്ചും ജപിച്ചും അങ്ങനെ കഴിഞ്ഞുകൂടി സമയം പോകുന്നത് വരെ. മുടക്കാൻ ചെന്നതല്ലേ. വൈകിയ വാറേ നരേന്ദ്രൻ സുരമുഖമാകിയ ദേവനെ ഗവ്യങ്ങൾ കൊണ്ടുടൻ പൂജിച്ചു തൽശേഷ സാധനം പാരണ വ്യാജം ധരിച്ചു ചെയ്താഹന്തമേവിനാൻ. അദ്ദേഹം എന്ത് ചെയ്തു, ഈ രാജാവ് അംബരീഷൻ ഇദ്ദേഹം വരാൻ താമസിച്ചതുകൊണ്ട് വൈകിയ വാറേ നരേന്ദ്രൻ, അതായത് ഈ പിന്നെ രാജാവ് സുരമുഖമാകിയ ദേവനെ, അതായത് നമുക്ക് പൂജയ്ക്കൊക്കെ നമ്മൾ ഭഗവാന് പരമാത്മാവായ നാരായണനൊക്കെ രൂപമില്ലെങ്കിലും നമ്മളെല്ലാം ഒരു രൂപം വെച്ചാണല്ലോ പ്രാർത്ഥിക്കുന്നത്. വിളക്ക് കത്തിക്കുമ്പോൾ മുമ്പിൽ ദേവന്മാരുടെ പടങ്ങളൊക്കെ വെച്ചോ വിഗ്രഹം വെച്ചോ പൂജിക്കും. അദ്ദേഹം അതുപോലെ ദേവനെ ഗവ്യങ്ങൾ കൊണ്ടുടൻ, അതായത് പൂജ ചെയ്യുന്ന അതിൻ്റെ കർമ്മങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം ഗവ്യങ്ങളെന്ന് പറയും, അതെല്ലാം വെച്ച് പൂജിച്ച് തൽശേഷ സാധനം പാരണ വ്യാജം ത്യജിച്ച് ചെയ്താഹന്തമേവിനാൻ. അപ്പോൾ ആ പരമാർത്ഥം ഗ്രഹിച്ചതാ. കോപം കലർന്നിങ്ങി എഴുന്നള്ളി ഞാൻ. ഇങ്ങനെ ജലം മാത്രം അദ്ദേഹം കുടിച്ച് പാരണ വേണ്ടി വൈകിയതുകൊണ്ട്, ഈ മുനി വരാൻ താമസിച്ചതുകൊണ്ട് അംബരീഷൻ ജലം പാനം ചെയ്ത് ആ പാരണ വീട്ടി. പക്ഷേ ഇത് തപശക്തി കൊണ്ട് ദുർവാസാവിനെ അറിയാം. അദ്ദേഹം അറിഞ്ഞ് പെട്ടെന്ന് കോപിച്ച് എഴുന്നള്ളി വന്നു. ഇദ്ദേഹമായിട്ട് കോപമുണ്ടായി കറന്ന് എഴുന്നള്ളി വന്ന് അവരിതങ്ങളിൽ വാക്ക് തർക്കമൊക്കെ, അത് നമുക്ക് അടുത്ത പ്രാവശ്യം വായിക്കാൻ സമയം പോയതുകൊണ്ട്. അങ്ങനെ പരമാർത്ഥം ഗ്രഹിച്ചാരാ ഈ ദുർവാസാവ്. ഇദ്ദേഹം പാരണ വീടി, ഇനി എനിക്ക് വ്രതം മുടങ്ങിയില്ല, അതുകൊണ്ട് ദേഷ്യം കൂടും. പാരണ വീടാതെ ഇദ്ദേഹം അതിഥിയില്ല, അദ്ദേഹം വന്നിട്ടേ പാരണ വീട്ടാവുള്ളായിരുന്നു, എന്നാൽ പിന്നെ വഴക്കില്ല. അപ്പോൾ പിന്നെ സമയം പോകുമ്പം വ്രതം മുടങ്ങുമല്ലോ. ഇതിപ്പം വ്രതം മുടങ്ങിയില്ല, അതിൻ്റെ ദേഷ്യം വല്ലാതെ അങ്ങ് ഇതിനകത്ത് പറയുന്നുണ്ട്. നമുക്കത് അടുത്ത ദിവസം വായിക്കാം. എല്ലാവർക്കും നമസ്കാരം. ഓം ലോകാ സമസ്ത സുഖിനോ ഭവന്തു. ഹരി ഓം ഹരി ഓം ഹരി ഓം.